പക്ഷെ എന്നാലും അവന്റെ മനസ്സിലുണ്ടാകും സങ്കടം. ഇങ്ങനെ ഈ 5 രൂപയും കൂടെ നിന്റെ വീട്ടിൽ പോയിട്ട് നീ അതുകൊണ്ട് എന്താ നേടുന്നത്? നിന്റെ പൂർവികർ ചെയ്തു കൂട്ടിയ പാപവും ശാപവും അത് ഒത്തിരിക്കൂടമായിട്ട് നിന്റെ തന്നെ തലമുറയിലുണ്ട്. അത് പിന്നെയും നിന്റെ ഒരു 4 തലമുറയുടെ മുകളിലേക്കും കൂടെ വലിച്ചു വെക്കാനാണ് അതിന്റെ ഉദ്ദേശം. പ്രിയപ്പെട്ടവരെ, യൂദാസ് 30 വെള്ളി നാണയത്തിന് കർത്താവിന് ഒറ്റ കൊടുത്തു. 30 വെള്ളി നാണയത്തിന്. 30 വെള്ളി നാണയം എന്ന് പറയുമ്പോൾ ഇന്നൊരു പക്ഷേ കണക്കൂട്ട് നോക്കുവാണെങ്കിൽ ആ നാണയത്തിന്റെ വില കണക്കാക്കി നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവും. 5 ലക്ഷം രൂപ എന്റെ ഏകദേശം ഒരു കണക്കൂട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിസ്സാര പൈസക്കല്ല ഈ ശരിക്കും പറഞ്ഞ യൂദാസ് കർത്താവിന് ഒറ്റി കൊടുത്തത്. ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു തുകയുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് ഒറ്റി കൊടുക്കുന്നത് ഇതുപോലെ ഒരു 5 രൂപയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ പിന്നെ എന്താ പറയട്ടെ ഒരു 10 രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു 50 രൂപയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിലോ പറമ്പിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നവന് അർഹതപ്പെട്ട തൊഴിൽ കൂലി കൊടുക്കാതെ അവനിൽ നിന്ന് പിടിച്ചു വെച്ച് അവന് പിന്നെ ഏതെങ്കിലും തട്ടിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടേച്ച് അവന് ആ ഒരു മാസത്തെ ശമ്പളം തീർത്ത് കൊടുക്കാതെ അതിൽ നിന്നും കുറച്ച് പിടിച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ലാഭിക്കുമ്പോൾ നമ്മൾ കർത്താവിനിടുന്ന വില എത്രയെന്നറിയാവും? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന, നമ്മളെ രക്ഷിച്ച നമ്മളെ പൊന്നുതമ്പുരാൻ നമ്മൾ ഇടുന്ന വിലയെന്ന് പറയുന്നത് ആ തുകയാണ്. ചിലപ്പോൾ അതൊരു 500 രൂപയായിരിക്കും, ചിലപ്പോൾ ഒരു 1000 രൂപയായിരിക്കാം, ചിലപ്പോൾ ഒരു 50 രൂപയായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണിക്കാരൻ അവൻ വന്നു, അവന്റെ ജോലി ശരിയല്ലെങ്കിൽ അവൻ അന്നെടുക്കുന്ന പണി നിനക്ക് തൃപ്തികരമല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടത് എത്രയാണോ അത് നീ കൃത്യം കൊടുത്തേക്കുക. മനസ്സിലായോ? അത് കൃത്യം കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നാളെ നീ അവനെ വിളിക്കണ്ട. അവൻ നീ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു എന്താ പറയുക സർവീസ് അല്ലെങ്കിൽ ഒരു പണി അവന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ നീ നാളെ വിളിക്കണ്ട. അതുപോലെ നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു, ആ ഓട്ടോറിക്ഷക്കാരൻ നിന്നോട് അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചു, അവൻ നിന്നോട് പൈസ മേടിച്ചത് കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളെ നീ അവനെ വിളിക്കണ്ട. പക്ഷെ നീ എന്ത് ചെയ്യണം? അന്ന് അവന് കൊടുക്കാനുള്ളത് നീ കൃത്യമായിട്ട് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ കരക്കഞ്ചിൽ നിന്നാൽ മാത്രമേ നമ്മൾ എത്ര സമ്പാദിച്ചാൽ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. മനസ്സിലായോ? അതല്ലാതെ ഈ 5, 10, 50, 100, 500 ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ചു പറിച്ചൊക്കെ ആയിട്ട് തുരുക്കുട്ടി വെച്ചാലൊന്നും നമ്മുടെ തലമുറയോ അതുകൊണ്ട് അനുഭവിക്കുക എന്ന് മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കത്തില്ല. അതിലുപരിയായിട്ട് നമ്മുടെ വരും തലമുറകളിലേക്ക് ശാപമാണ് മേടിച്ചു വെക്കുന്നത്. നമ്മുടെ പരമ്പരയിലുള്ള വരും തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ അവർ കിടന്ന് കണ്ണീർ ഒഴുക്കുന്നത്, കിടന്ന് പെടാലടിക്കുന്നത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് കാണേണ്ട അവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, ഹെഗായി പ്രവാചകന്റെ പുസ്തകം നിങ്ങളിത് വായിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഒരു വചനഭാഗമൊക്കെ ഉണ്ടോ നിങ്ങൾ വിചാരിക്കും. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഹെഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5, 6 വാക്യങ്ങൾ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരും മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.